നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് 984 അടി സമുദ്രനിരപ്പിൽ നിന്നും 984 അടി ഉയരത്തിലുള്ള മാടായിപ്പാറയിലെ വടുകുന്ത ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മാടായിപ്പാറ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 300 മീറ്റർ, അതായത് 984 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാടായിപ്പാറ എന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു പ്രശസ്തമായ പാറക്കെട്ടാണ്. ഇതിന് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ചില പ്രത്യേകതകളുണ്ട്. മാടായിപ്പാറ നീളത്തിലും വീതിയിലും പരന്നു കിടക്കുന്ന വിശാലമായ പാറമടക്കാണ്. മഴക്കാലത്ത് ഈ പ്രദേശം ചെറുപുഴകൾ, തടാകങ്ങൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ എന്നിവ കൊണ്ടും പച്ച പുൽത്തകിടികൾ, പ്രകൃതിയുടെ നിറം പകരുന്ന പൂമ്പാറ്റകൾ ഇവ കൊണ്ടും നിറഞ്ഞു നിൽക്കും. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ളത്. ഈ കാണുന്നത് പാറമടക്കുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. സുന്ദരമായ കാഴ്ചയല്ലേ ഇത്? നിരവധി വ്യത്യസ്ത ഇനങ്ങളിലുള്ള സസ്യങ്ങളും ജീവജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു. ചില അപൂർവവും ലോപാവസ്ഥയിലുള്ള സസ്യജാലങ്ങളും ഇവിടെയുണ്ട്. ഈ പ്രദേശത്തെ പച്ചി പത്തിരി പൂക്കൾ വളരെ പ്രശസ്തമാണ്. മാടായിപ്പാറയ്ക്ക് ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം ഒരു സൈനിക ക്യാമ്പായി ഉപയോഗിച്ചിരുന്നു. പക്ഷി നിരീക്ഷണത്തിന് അനുയോജ്യമായ ഒരു പ്രദേശമാണിത്. പലതരം പക്ഷികളുടെയും പക്ഷി മിഠായിത്തലകളുടെയും വാസസ്ഥലമായി മാടായിപ്പാറ അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് മലബാർ തീരത്തേക്കുള്ള കാഴ്ചയും മനോഹരമാണ്, പ്രത്യേകിച്ച് സായാഹ്നങ്ങളിൽ. അതുകൊണ്ട് തന്നെ സായാഹ്നങ്ങളിൽ ഇവിടെ സഞ്ചാരികൾ ഒരുപാട് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ സവിശേഷതകൾ കൊണ്ടാണ് മാടായിപ്പാറ പ്രകൃതി നിരീക്ഷകരുടെയും പരിസ്ഥിതി പ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വലിയ കാടൊന്നുമില്ലെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഇത്? കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. മനസ്സിനെ ശരീരത്തെയും കുളിരണിയിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകൾ ഇതിലൂടെ നടക്കുമ്പോൾ കാണാം. ഏതോ കാലത്ത് എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആയിരിക്കണം ഇത്.
പക്ഷേ ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതിലൂടെ റോഡിലേക്കും വഴിയുണ്ട് കേട്ടോ. നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഇതൊക്കെ. വരുന്നവർക്ക് കണ്ടാസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇത് വടുകുന്ത ശിവക്ഷേത്രത്തിന് അരികിലുള്ള കുളത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു കാടാണ്. ഇവിടെ അടുത്തുള്ള മാടായിക്കാവ് വളരെ പ്രശസ്തമാണ്. കൂടാതെ മാടായിക്കാവ് കൂടാതെ ഇവിടെ ചെറിയ 1-2 കാവുകളും കൂടിയുണ്ട്. വടുകുന്ത ശിവക്ഷേത്രവും. ഇവിടെ മഴക്കാലത്താണ് വരുന്നതെങ്കിലും വെയിലുള്ള സമയത്ത് വരാതിരിക്കാൻ ശ്രമിക്കുക. നല്ല വെയിലാണിവിടെ. അങ്ങനെ പ്രകൃതിസുന്ദരമായ ഈ കാഴ്ചകൾ കണ്ട് ഞാൻ മടങ്ങുകയാണ്. ഇനി നേരെ എട്ടിക്കുളം ബീച്ചിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.